നമസ്തേ, ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഡെലിവറി ടൈമിൽ ഉണ്ടാകാവുന്ന ഒരു കോംപ്ലിക്കേഷൻ, അതായത് കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്നതിന് ശേഷം ഷോൾഡർ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ, ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന കണ്ടീഷനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒബ്സ്റ്റട്രീഷ്യൻസിൻ്റെയും ഒരു നൈറ്റ്മെയർ തന്നെയാണ്. നമുക്കറിയാം, ഡിസ്റ്റോഷ്യ എന്നാൽ ഡിഫിക്കൽട്ട് ലേബർ, ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയുമ്പോൾ ഷോൾഡർ വരാനുള്ള ബുദ്ധിമുട്ട്. ഇത് ആർക്കൊക്കെയാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്? ഇത് സാധാരണഗതിയിൽ 150-ൽ ഒരു ഡെലിവറിയിൽ ഇതുണ്ടാവാം. സാധാരണ ഇതിൻ്റെ റിസ്ക് കൂടുതൽ അമ്മയ്ക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ, പ്രത്യേകിച്ച് BMI 30 അതിൽ കൂടുതലോ ആണെങ്കിൽ, ഡയബറ്റിസ് ഉള്ളവരിൽ, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുതൽ, ഉദാഹരണത്തിന് 4.5 kg കൂടുതലൊക്കെ ആണെങ്കിൽ, നേരത്തെ ഒരു ഡെലിവറിയിൽ ഇതുപോലെ ഷോൾഡർ ഡിസ്റ്റോഷ്യ വന്നിട്ടുള്ളവർ, ഡെലിവറി പ്രൊലോങ്ഡായിട്ട് പോവുകയാണ്, ലേബർ പ്രൊലോങ്ഡായിട്ട് പോവുകയാണ്, കൂടുതൽ സമയമെടുക്കുന്ന കേസസ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട അവസ്ഥ, ഫോഴ്സപ്സോ വാക്വമോ, ആ അവസരങ്ങളിലൊക്കെ ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യയുടെ റിസ്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം കൂടെ കൂടുതലാണ്. എന്നാൽ ഇത് നമുക്ക് ആരിലൊക്കെ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരിലും ഇത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ്, അവരുടെ ടീം വളരെ വിജിലൻ്റ് ആയിരിക്കും. അപ്പോൾ അവരതിനു വേണ്ടി ട്രെയിൻഡാണ്. അതിന് വേണ്ട സ്റ്റെപ്സ് അവരെടുത്തുകൊള്ളും. നിങ്ങളതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. വെയിറ്റ് കൂടുതൽ ഒക്കെ ഇതിൻ്റെ ഒരു കോസ് ആകാം. എങ്കിലും നമുക്കിത് ചിലരിൽ 4 കിലോയിൽ താഴെയുള്ളവരിലാണ് 50% ഷോൾഡർ ഡിസ്റ്റോഷ്യ കാണുന്നത് എന്നാണ് കണക്കുകൾ കാണിക്കുക. ചിലർ ചോദിക്കും, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് നേരത്തെ എന്തുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒന്നറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്കറിയാം, അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഫീറ്റൽ വെയിറ്റ് പ്രത്യേകിച്ച് അവസാന സമയങ്ങളിലൊക്കെ ഒരു ±400-500 ഗ്രാം ആ വെയിറ്റുമായിട്ട് നമുക്ക് വ്യത്യാസം വരാമെന്ന് പറയും. അൾട്രാസൗണ്ട് വെച്ച് തന്നെ കണ്ട് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യ. ഏത് ഡെലിവറിയിലും നമുക്ക് ഈ റിസ്ക് ഉണ്ടാകാം എന്ന് ആണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഷോൾഡർ വന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ടേർട്ടിൽ സൈൻ എന്ന് പറയും. അതായത് ടേർട്ടിൽ നെക്ക് പോലെ, അതായത് ആമ അതിൻ്റെ തല ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ കുഞ്ഞിൻ്റെ ഹെഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും അത് അകത്തേക്ക് വലിയുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ്. ആ സമയത്ത് ഷോൾഡർ ഡിസ്റ്റോഷ്യ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എമർജൻസി സ്റ്റെപ്പ് എടുക്കും. ഒരു എമർജൻസി ബെല്ല് പ്രസ് ചെയ്യും. കൂടുതൽ ആളുകൾ ലേബർ റൂമിലേക്ക് വരും. ഡോക്ടറെ സഹായിക്കാനായിട്ട് സീനിയർ ഒബ്സ്റ്റട്രീഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നേഴ്സസ് വരാം, പീഡിയാട്രീഷ്യൻസ്, അങ്ങനെ കൂടുതൽ ആളുകൾ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ ലേബർ റൂമിൽ നടക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ആ സമയത്തുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല, പാനിക് ആവേണ്ട കാര്യമില്ല. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഡെലിവറി സമയത്ത് നമ്മൾ പുഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യാറുണ്ട്. പക്ഷേ ഷോൾഡർ ഡിസ്റ്റോഷ്യ ആണെങ്കിൽ സാധാരണ തല വന്നു കഴിഞ്ഞ് ഈ ഷോൾഡർ ഈ അമ്മയുടെ ഇടുപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത പോലെ ഷോൾഡർ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ, അപ്പോൾ ഈ പുഷ് ചെയ്തുകൊണ്ടോ നമ്മൾ സാധാരണ ഫണ്ടൽ പ്രഷർ കൊടുക്കുമല്ലോ, അങ്ങനത്തെ പ്രഷർ കൊണ്ടോ ഒന്നും ഇതിന് പ്രയോജനമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർ നിങ്ങളോട് പുഷ് ചെയ്യേണ്ട എന്ന് പറയും. പിന്നെ വേണ്ട ചില എക്സ്ട്രാ മാനുവേഴ്സ് ഡോക്ടറിൻ്റെ ടീമും നിങ്ങളുടെ ഈ ഡെലിവറിയെ സഹായിക്കാനായിട്ട് ചെയ്യും. 2 വശത്തും നിങ്ങളുടെ 2 കാലുകളും നിങ്ങളുടെ മുട്ട് നിങ്ങളുടെ വയറിലേക്ക്, ഓരോ വശത്തു നിന്നും 2 പേര് മുട്ട് വയറിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ഇടുപ്പിനെ കുറച്ചുകൂടെ ഓപ്പണപ്പ് ആക്കാനും, അതുപോലെ പ്യൂബിക് ബോണിൻ്റെ മുകളിലായിട്ട്, ആ ഇടുപ്പിൻ്റെ മുകളിലായിട്ട് താഴേക്കൊരു പ്രഷർ കൊടുക്കും. സാധാരണ ഈ ഷോൾഡർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കാനും ഷോൾഡറിൻ്റെ ഡെലിവറി ഈസി ആക്കാനുമാണത്. യൂഷ്വലി ഒരു 90% ആളുകളിലും ഈ മക്രോബേർട്സ് എന്നുള്ള ഈ മാനുവർ വഴി ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യയുടെ പ്രോബ്ലം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഡെലിവറി സ്മൂത്തായിട്ട് പോരുകയും ചെയ്യും. പക്ഷേ ഈ പ്രൊസീജിയർ കൊണ്ട്, ഈ മാനുവർ കൊണ്ട് ഈ ഡെലിവറി ആയില്ല എങ്കിൽ ഡോക്ടർ അതിന് അടുത്ത സ്റ്റെപ്സ്, അടുത്ത മാനുവേഴ്സ് ഫോളോ ചെയ്യും. നമ്മളുടെ എപ്പിസിയോട്ടമി ഉണ്ടല്ലോ, ആ കട്ട്, പെരിനിയത്തിൽ ചെയ്യുന്ന ആ കട്ടിനെ ഇത്തിരി കൂടെ വലുതാക്കും. അതുപോലെ ചിലപ്പോൾ കൈ ഉള്ളിലേക്കിട്ടുള്ള വജൈനയിലുള്ള ചില മാനുവേഴ്സ് ചെയ്യും. നിങ്ങളുടെ പൊസിഷനിൽ ചില ചേഞ്ച് വരുത്താം. ഇതൊക്കെ ഈ കുഞ്ഞിൻ്റെ ഷോൾഡറിൻ്റെ ആ ഡെലിവറി ഈസി ആക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക? ഇതിന് കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാം.
കുഞ്ഞിൻ്റെ കോംപ്ലിക്കേഷൻസ് സാധാരണഗതിയിൽ ഈ ഹെഡ് വന്നു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഫോഴ്സ്, ഒരു ട്രാക്ഷൻ്റെ ഒക്കെ ആ എഫക്റ്റ് കൊണ്ട് ഈ നെക്കിലെ ആ നെർവ്സിനൊക്കെ സ്ട്രെച്ചിങ് വരാം. അത് അങ്ങനെ ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി എന്ന് പറയും, അത് നെർവ് ഇഞ്ചുറി ഉണ്ടാവാം. പക്ഷേ ഒരു 90% ആളുകളിലും കുഞ്ഞുങ്ങളിലും ഈ നെർവിൻ്റെ ഈ വലിച്ചിൽ ഈ കാരണമുള്ള പ്രോബ്ലംസ് വിതിൻ ഡേയ്സ് തന്നെ അത് മാറും. പക്ഷേ ചിലർക്ക് ചിലപ്പോൾ ഒരു ഫിസിയോതെറാപ്പിയുടെ ഒക്കെ സഹായം വേണ്ടി വരാം. വളരെ വളരെ അപൂർവമായിട്ട് ഒരു പെർമനൻറ്റ് ഡിഫക്റ്റ്, അതായത് കൈകളുടെ ചലനശേഷിക്കുള്ള വ്യത്യാസമൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. ചിലപ്പോൾ ഈ നെർവിൻ്റെ ഈ ഡാമേജും, ചിലർക്ക് ഈ കോളർ ബോണിൻ്റെ ഫ്രാക്ചർ ഉണ്ടാവാം, ചിലർക്ക് ഈ കൈയുടെ ബോൺ ഫ്രാക്ചർ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക്. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസും ഒക്കെ വളരെ റെയറായിട്ടുണ്ടാകും. പക്ഷേ ഈ ഫ്രാക്ചറൊക്കെ ഉണ്ടായാലും അത് വളരെ പെട്ടെന്ന് തന്നെ ഹീലാവുകയും അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഒന്നും ഭാവിയിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. തല വന്നു കഴിഞ്ഞിട്ട് വളരെ സമയമെടുത്താണ് ഡെലിവറി എങ്കിൽ ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടാകാം, കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ ലെവൽ കുറയാം. പക്ഷേ ഇതൊക്കെ വളരെ വളരെ റെയറായിട്ടുണ്ടാകാവുന്ന കാര്യങ്ങളാണ്. അമ്മയ്ക്കുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, അമ്മയുടെ കോംപ്ലിക്കേഷൻസ് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ വലിയ കട്ട് കൊടുക്കേണ്ടി വരും പെരിണിയത്തിൽ. അപ്പം ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽഫലമായി കുറച്ച് ബ്ലീഡിങ് കൂടുതലാവാം. ഈ മാനുവേഴ്സ് കുറച്ച് ഉള്ളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ഈ പെബിക് ബോണിൻ്റെ ചില സെപ്പറേഷൻസ് ഉണ്ടാവാം. അതൊക്കെ വളരെ റെയറായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസിനെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഒബ്സ്റ്റട്രീഷ്യൻസും അവരുടെ ടീമിനെയും അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുണ്ടാവും. സാധാരണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ മോക്ക് ഡ്രില്ലുകളൊക്കെ, ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഡ്രില്ലുകളൊക്കെ ലേബർ റൂമിൽ അവരത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് ആർക്കും ഉണ്ടാവാം. വെയിറ്റ് വെച്ച് മാത്രം നമുക്കിത് പറയാൻ പറ്റില്ല. ഇടുപ്പിൻ്റെ ഓരോരുത്തരുടെ ഇടുപ്പിൻ്റെ വ്യത്യാസവും ആ കുഞ്ഞിൻ്റെ പൊസിഷൻ്റെ വ്യത്യാസവും ഒക്കെ കൊണ്ട് ഈ പ്രോബ്ലംസ് വെയിറ്റ് കൂടാതെ തന്നെ പല ഫാക്ടേഴ്സ് ഇതിന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് അവരെടുത്തുകൊള്ളും. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ അറിവിലേക്ക് ഇങ്ങനത്തെ ഈ പ്രോബ്ലത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. നന്ദി, നമസ്കാരം.